Watch India's largest kids library only on Jio Hotstar. Download the app now. ഇത് എന്താ എഴുതിയിരിക്കുന്നേ? ഇതൊരു കോയിൻസിഡൻസ് അല്ല. മുകളിലേക്ക് നോക്കൂ ശിവ, മുകളിലേക്ക് നോക്കാനോ? നീ സമയത്തിന് രക്ഷപ്പെടുത്തില്ലായിരുന്നെങ്കിൽ വലിയൊരു അപകടം നടന്നേനെ. നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ? പക്ഷേ എനിക്ക് നിങ്ങളെ കണ്ടതായിട്ട് ഓർമ്മയില്ലല്ലോ. ആർക്കാണ് ശിവയെ അറിയാത്തത്? ഞാൻ ഈ സ്ഥലത്ത് പുതിയതാണ്. ഞാൻ ഫയർ ഇൻസ്പെക്ടർ നീൽ പീറ്റർ. ഹലോ രേവ. ഹലോ ആദി. ഹലോ രേവ. ഹലോ ഹലോ ശിവ, ഇപ്പൊ നീ എവിടെയാ? ഹലോ രേവ, എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോണം. എന്താ പറ്റിയേ? അല്ല, ആദിയോടെ നിന്റെ ഒപ്പം ഉണ്ടോ? ഇല്ല, അവരെന്റെ ഒപ്പം ഇല്ലല്ലോ. പക്ഷെ ഇന്നൊരു വ്യത്യസ്തമായ സംഭവങ്ങളാണ് നടക്കുന്നത്. ഞാൻ സൈക്കിൾ ഓടിച്ചോണ്ടിരിക്കുമ്പോ ഫോളോ ദ സൈൻ. സൈൻ എന്ന് വെച്ചാൽ അടയാളം ഫോളോ ചെയ്യാനല്ലേ പറയുന്നത്? ഇതെന്തൊരു ബാനറാ? ഞാൻ നിനക്കൊരു ഇമേജ് അയച്ചിട്ടുണ്ട്, നീ അതൊന്ന് നോക്കിയേ. ഫോളോ ദ സൈൻ. ഇതെന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ? നിനക്കെന്താ തോന്നുന്നെന്ന്? നിനക്ക് ആരെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടോ? അറിയില്ല രേവ, എന്തായാലും എനിക്കത് കണ്ടുപിടിച്ചേ പറ്റൂ. ഇതെന്താണ്? ആദ്യ ഒരു യുഡി ഇവരുടെ അടുത്ത് എന്താ ചെയ്യുന്നത്? ആരെങ്കിലും ഇവരെ രണ്ടുപേരെയും കിഡ്നാപ്പ് ചെയ്തോ? അന്വേഷിച്ചല്ലേ പറ്റൂ. രേവ, ആദിനെയും യുഡിയെയും ആരോ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനത് അന്വേഷിക്കാൻ പോകുക. എന്താ? ഞാൻ ബൈക്കുകാരന്റെ പുറകെ ഞാൻ പോകാൻ പോകുക. ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു വഴിയുമില്ല. മര്യാദയ്ക്ക് പറ, എന്റെ ആദി എവിടെ പോയി? ഇപ്പോൾ നിനക്ക് കാര്യങ്ങൾ പിടികിട്ടി കാണുമല്ലോ. ഞാൻ വെറുതെ അല്ല നിനക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. നിനക്ക് ആശ്ചര്യം തോന്നുന്നുണ്ടാവും അല്ലേ? ദാ നിന്റെ കൂട്ടുകാരൻ ഇവിടെയുണ്ട്. നീ വെറുതെ ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വൈകുന്നേരം 4 മണിക്ക് മുൻപായിട്ട് നീ വേദ സിറ്റി ഡാമിനടുത്തേക്ക് എത്തണം. മനസ്സിലായല്ലോ? ഹലോ രേവ, ഒരു മനുഷ്യൻ എനിക്ക് ആദിയുടെ വോക്കി ടോക്ക് തന്നില്ലേ? അയാൾ കുറച്ച് ഇൻസ്ട്രക്ഷൻ തന്നിരുന്നു. 4 മണിക്ക് മുമ്പ് ഞാൻ വേദ നഗരത്തിന്റെ ഡാമിന്റെ അടുത്ത് എത്തണമെന്നുള്ളത്. ഡാം? അതും 4 മണിക്ക് മുമ്പോ? ആകെ 25 മിനിറ്റ് അല്ലേ ഉള്ളൂ.
സമയത്തിന് മുമ്പ് തന്നെ കൃത്യസ്ഥലത്തെത്തൂ. നീ എന്താ പറയുന്ന ശിവ? അത് ഒന്നുമില്ല രേവ. ആരോ എന്നെ ഫോളോ ചെയ്യുന്നു തോന്നുന്നു. നീ സ്കൂളിൽ തന്നെ ഇരുന്നോ, ഞാൻ പിന്നെ നിനക്ക് ഫോൺ ചെയ്യാം. അപ്പൂപ്പ, നിങ്ങളെന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? ആരാ നീ കുട്ടി? പറ. കുട്ടി എന്ന് എന്നെ ശിവ എന്നാണ് എന്റെ പേര്. ശിവയോ? നേരാണോ മോനെ? നീ തന്നെയല്ലേ ശിവ? ഇത് നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. നാല് മണിക്ക് കൊടുങ്കാറ്റ് വരും, വേദ സിറ്റി നശിച്ചു പോകും. പക്ഷേ നിങ്ങൾ ആരാണ്? ഈ ബുക്ക് നിങ്ങൾക്ക് ആരാ തന്നത്? പറയൂ അപ്പൂപ്പ, പറയൂ പ്ലീസ്. എനിക്കൊരു കാര്യം അറിയില്ല. നല്ല പൊക്കവും നല്ല വണ്ണമുള്ള ഒരാളാ എനിക്കിത് തന്നിട്ട് പോയത്. ഈ പുസ്തകം തന്നു, എന്നിട്ട് ശിവയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ എങ്ങോട്ടാ പോയത് അയാള്? അവിടെ ആ കാണുന്ന മലയുടെ പുറകുവശത്ത്. ഇനി വെറും 2 മിനിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഭംഗിയായിട്ട് നടക്കും. ശിവയ്ക്ക് മനസ്സിലാവുകയില്ല എന്താണ് സംഭവിക്കുന്നത്. പിന്നെ ഡാം തുറക്കാനുള്ള നമ്മുടെ പ്ലാൻ യാതൊരു തടസ്സവുമില്ലാതെ നടക്കും. കേട്ടല്ലോ? ആർക്കും ഒന്നും മനസ്സിലാവില്ല. തോന്നുമ്പോൾ അറ്റാക്ക് ചെയ്യുന്നതാണ് ഈ ബ്ലൂ ഫ്രണ്ട്. ശിവ ഓരോന്ന് ആലോചിച്ച് വരുമ്പോഴേക്കും ഈ വേദാനഗരം മുഴുവൻ വെള്ളത്തിനടിയിലാവും. കേട്ടല്ലോ? വെള്ളത്തിൽ മുങ്ങിയ വേദാനഗരത്തിന് പകരം എന്റെ സ്വന്തമായ ഒരു ഐലൻഡ് ഞാൻ നിർമ്മിക്കും. അതെ ബോസ്, അതെ. വേദാനഗരത്തിലുള്ള ആർക്കും തന്നെ അറിയാൻ പറ്റില്ല ഇതാരാ ചെയ്തതെന്ന്. അല്ല, ഇതെങ്ങനെയുണ്ട് കേട്ടിട്ട്? നിങ്ങളെ രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല. ഒരു വിഷു മാത്രം ബാക്കി വന്നിട്ടുണ്ട്. ഒരു തവണ മനസ്സ് തുറന്ന് നല്ലവണ്ണം തല്ലിയിട്ടുണ്ടെങ്കിൽ കുട്ടി, നീയോ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. യുഡി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഡാമിന്റെ ഗേറ്റ് ഞാൻ തുറന്നിരിക്കുന്നു. ഇനി വേദ നഗരത്തെ ആർക്കും രക്ഷിക്കാനാവില്ല. നീ എങ്ങോട്ടാണ് ഓടി പോകാൻ പോകുന്നേ? ലഡ്ഡു സിംഗ് പിടിച്ചിരിക്കും, അറിയാമോ? ഇന്ന് രാവിലെ മാർക്കറ്റിൽ ആക്സിഡന്റ് ആക്കാനായിട്ട് ഇയാളാണ് പ്ലാൻ ചെയ്തത്. ഇയാളുടെ ശരിക്കുള്ള ഉദ്ദേശം സാറ്റലൈറ്റ് സിസ്റ്റം ഹാക്ക് ചെയ്യാനായിരുന്നു. ഞങ്ങളായിരിക്കും ജയിക്കാൻ പോകുന്നത്, കേട്ടല്ലോ? ഒന്ന് നീ തിരിഞ്ഞു നോക്ക്. 5 മിനിറ്റിനുള്ളിൽ ഡാമിന്റെ ഗേറ്റ് അടച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് അറിയോ? എല്ലാം നശിച്ചു പോകും. ആ ലാപ്ടോപ്പ് മുഖേന ഗേറ്റ് അടയ്ക്കാൻ പറ്റുള്ളൂ ശിവ. ഇനി ആകെ 2 മിനിറ്റ് മാത്രം. എന്താ? മര്യാദക്ക് ലാപ്ടോപ്പ് തരൂ അങ്കിൾ. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മേടിച്ചോ. 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ ഗേറ്റ് ലോക്ക് ചെയ്യാനായിട്ട്. ഇല്ല, ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്.
നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഈ ക്രിമിനലിന്റെ അടുത്ത് നിന്ന് ഈ വേദനഗരത്തെ രക്ഷിച്ചു. ഡോണ്ട് വരി സർ, വേദാ നഗരത്തിൽ ക്രിമിനൽസിന്റെ അല്ല, നിയമമാണ് നടത്തുന്നത്. Watch India's largest kids library only on Geo Hotstar. Download the app now.